തൊണ്ടയ്ക്ക് കിച്ചിച്ചു വല്ലതും ഉണ്ടെങ്കിലേ അവിടെ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഇരിപ്പുണ്ട്. അതെ, നമ്മുടെ ഓഫീസിൽ ഈ ഡെസ്പാച്ച് യൂണിറ്റിലെ കുറച്ച് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടല്ലോ. ആ ഉലഹന്നാൻ അവിടെ ഡ്യൂട്ടിയിലില്ലേ? ഉഴപ്പാണോ മൊത്തം? ഡെസ്പാച്ച് യൂണിറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് ഉലഹന്നാൻ സാറിനോട് എങ്ങാനും പോയി ചോദിച്ചാ പോരെ സാറേ? ഞാൻ അങ്ങോട്ട് വെറും ഒരു സ്റ്റാഫ് അല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജോത്സ്യരെ കണ്ടിട്ട് ആമയും മമ്മിയും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇനി എന്റെ ആമയും എന്റെ വീട്ടുകാരെയും പറഞ്ഞ് ചീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, എന്റെ മമ്മിയും സൊനാലി കുടുംബത്തെയും പറഞ്ഞു പറ്റിക്കാൻ എനിക്കും പറ്റത്തില്ല. അതുകൊണ്ട് താനൊരു തീരുമാനം പറ. ഇയാള് പറയുന്ന കേട്ടാ ഞാനെന്തോ ഇയാളെ പറഞ്ഞ് ചീറ്റ് ചെയ്ത പോലെയാണല്ലോ. ആര് പറഞ്ഞു ആര് ചീറ്റ് ചെയ്തു എന്നുള്ള ഒക്കെ പോട്ടെ. കളി തമാശ കണ്ടിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോ. അമ്മമാര് രണ്ടുപേരും ഡേറ്റ് തീരുമാനിക്കാനായിരിക്കും പോയിരിക്കുന്നത്. അവരിവിടുന്ന് പോകുമ്പോഴേ തനിക്ക് അവരെ ഒന്ന് തടയായിരുന്നില്ലേ ജോത്സ്യന്റെ അടുത്ത് പോകണ്ടെന്നും പറഞ്ഞോണ്ട്? ഇപ്പൊ പറഞ്ഞു വിട്ടിട്ട് എന്നോട് ചോദിക്കുന്ന എന്താ വേണ്ടേന്ന്. അതെ, ഞാൻ ആദ്യം പറഞ്ഞു വിട്ടതൊന്നും അല്ല. അവരായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഇയാളുടെ ബാല് തിരിച്ചു വരുമെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ട്. അയാൾ തിരിച്ചു വന്ന് അയാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി ഇയാൾ കൊടുക്കൂന്നുള്ളത് എനിക്ക് ഉറപ്പാ. അപ്പൊ ഇയാളായിരുന്നു പറയേണ്ടിയിരുന്നത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, ഇത് വെറും ഒരു ധാരണ മാത്രമാണ്. എടോ, തനിക്കിത് തുറന്നു പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. തീരും. എന്റെ പ്രശ്നം തീരും, തന്റെ പ്രശ്നവും തീരും. എന്റെ ബാലു ഇങ്ങോട്ട് വന്നാ ഞാൻ ബാലുവിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കുകയും ചെയ്യും. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇനി നിനക്ക് പറയാനുള്ള യോഗ്യതയില്ല. ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, നീ എന്നെ ചതിച്ചു. ഇനി നിന്റെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട. പൊയ്ക്കോ. ഇനി നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോ. പോകാൻ. നിന്റെ മനസ്സ് ഇങ്ങനെയായിരുന്നു ഈ ആമയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ. ഞാൻ ക്ഷമ പറയുക. എന്റെ അടുത്ത് നിന്നെ ഏൽപ്പിച്ചു പോയാ നിന്റെ തന്തയോടും തള്ളയോടും കഷ്ടം. അവൻ മോളോട് ചോദിക്കുന്നത് കേട്ടു. അവൻ മോതിരം ഇടുന്നതിന് മുൻപ് ഉള്ളതെല്ലാം തുറന്നു പറയായിരുന്നില്ലേ? അത്രയെങ്കിലും ചെയ്യായിരുന്നു. ഇതെന്തിന്റെ പ്ലാനിങ്ങാ? പുതിയ പദ്ധതിയാണെങ്കിലേ ഞാൻ ഇതിന് കൂട്ടു നിൽക്കത്തില്ല. ഇനി രണ്ടമ്മമാരെ ചീറ്റ് ചെയ്യാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ലെന്ന്. നിൽക്കും. ഇയാൾ എന്റെ കൂടെ നിൽക്കും. അതൊക്കെ നിന്റെ വെറും തോന്നല.
ഇനി ഒരിക്കലും നീ പറയുന്നതായിട്ട് നിന്റെ പിന്നാലെ ഞാൻ വരില്ല. വരും. നിങ്ങളെ ഞാൻ കൊണ്ടുവരും. ഇയാളെ ഞാൻ വിട്ടാലല്ലേ? വിടില്ല. എടോ മനുഷ്യ, എനിക്ക് നിങ്ങളെ വേണം. പപ്പ ഇതിനിടയ്ക്ക് 2 തവണ വിളിച്ചു, എവിടാണെന്ന് ചോദിച്ച്. ഇതെന്തുവാ ഇത്? പിള്ളേര് കയറിയിട്ട് കുറെ നേരം ആയല്ലോ. പഴയതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കായിരിക്കും. ആ, പുതിയ വല്ല പ്ലാനിങ്ങുമായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. ഇനി എന്തായാലും അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് വിളിക്കട്ടെ. ആ. ഉം. പിള്ളേരെ, അപ്പു, പിള്ളേരെ, പിള്ളേരെ, എടാ അപ്പു. രണ്ടിന്റെ മുഖം കണ്ടില്ലേ? പറഞ്ഞു പറ്റിച്ചിട്ട്. ഇതിനുള്ള ബുദ്ധി രണ്ടിനും എവിടെ നിന്ന് കിട്ടിയാവോ? കുടിക്കെടുത്ത് വെച്ചിരിക്കുന്നു. ആമി, നമ്മുടെ സ്പെഷ്യൽ അരി ഉണ്ടല്ലേ? അല്ല വേണ്ട, സ്പെഷ്യൽ അരി ഉണ്ട്, ഓൾറെഡി കഴിച്ചാണല്ലോ. ഇത് അല്ല വേണ്ട, വേണ്ടാത്തോണ്ടാണ്. ആമി ഉണ്ടാക്കിയതല്ലേ? മമ്മി ഇത് കഴിച്ചിട്ടുണ്ടോ? മമ്മിയൊക്കെ കഴിക്കും. സിദ്ധേട്ടൻ കഴിക്കും. കഴിക്കും സിദ്ധേട്ടാ. സോഫ്റ്റാ അല്ലേ? സോഫ്റ്റാ. കഴിക്കും. അതേ, നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ മുടങ്ങി കിടക്കുക. നാളെ നേരത്തെ വരണം. ഞാൻ നേരത്തെ ഇറങ്ങും. അല്ലെങ്കിലും നേരത്തെ ഇറങ്ങാനിരിക്കോ? എനിക്കൊരു നേർച്ചയുണ്ട്. നേർച്ചയോ? എന്ത് നേർച്ച? ഇയാളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുറെ വഴിപാടൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും നേർന്നിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്കങ്ങ് ഒരുമിച്ച് പോയ പോരെ? എവിടെയാ? അതെ, നമ്മളെന്തായാലും രണ്ടുപേരും രണ്ടിടത്തായിരിക്കും നേർന്നിരിക്കുന്നത്. അത് ശരിയാ. ഇയാൾ എവിടെയാ നേർച്ച നേർന്നിരിക്കുന്നത്? അതെന്തായാലും താൻ പോവാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കും. അത് ശരിയാ. ഞാനും ഇയാള് പോവാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് തന്നെയാ നേർച്ച നേർന്നിരിക്കുന്നത്. താൻ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ചെട്ടിക്കാട് പള്ളിയില. അവിടെ എന്തായാലും മാഷ് പോവാൻ സാധ്യതയില്ല. സീരിയസ്ലി? എടോ, ഞാനും അവിടെ തന്നെയാ നേർന്നിരിക്കുന്നത്. ആണോ? ആ, തനിക്ക് അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ പിന്നെ, പള്ളിയിൽ ആദ്യമായിട്ട് ചെന്ന് പറയുന്ന 3 കാര്യങ്ങളും ഫലിക്കുന്നല്ലേ? അച്ചട്ടാ. ആദ്യത്തെ കാര്യം എനിക്ക് മനസ്സിലായി. ബാക്കി 2 കാര്യങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചിരിക്കുന്നത്? അത് മനസ്സിലിരിക്കട്ടെ. നിങ്ങളുടെ മമ്മ ഇപ്പൊ എവിടെ? നാട്ടില്. ഇയാളുടെ ചേച്ചിയുടെ ഭർത്താവോ? ദുബായിലാ. ഉടനെ വരും. സിദ്ധുവിന്റെ അപർണയുടെ കല്യാണം നേരത്തെ നിശ്ചയിച്ച തീയതിയിലേക്ക് തന്നെ വന്നല്ലോ. ആണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ കല്യാണം മുടക്കാനുള്ള വഴിയാ ഇനി ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെ? നിങ്ങളുടെ മമ്മയുടെയും ചേട്ടന്റെ സപ്പോർട്ട് കിട്ടുമല്ലോ. ഉറപ്പായിട്ടും. അവര് നമ്മുടെ കൂടെയാ. ആരാത്? അറിയാതില്ല. എവിടെ പോയി എനിക്ക് ഇതിന്റെ അകത്തേക്ക് കയറിയിരിക്കും. പൂജയ്ക്കറിയോ, ഈ പ്രണയമുണ്ടല്ലോ, അതൊരു ലഹരിയാ. ആ ലഹരിയിൽ നമ്മൾ വീണു പോയാ ആർക്കായാലും വട്ടുപിടിക്കും. എ മാൻ ഇൻ ലവ് ഈസ് റെഡിക്കുലസ് ടു വാച്ച് എന്നാ പറയാ. കേട്ടിട്ടില്ലേ? എനിക്കും കുറേശ്ശി വട്ട് തുടങ്ങിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഉണ്ടെങ്കിലും അതിന് കാരണം ഒരാളാ. ആളുടെ മുമ്പില്
ഞാനിപ്പോ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ മൊണ്ടാഷ് പോലെയാ ഇപ്പൊ എന്റെ ഹൃദയം. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്ക് കിട്ടുന്നില്ല. ശരത്തേട്ടാ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്ന എന്നെ മമ്മി പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. എനിക്ക് പഠിക്കണം, നല്ല നിലയിലെത്തണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. പ്രണയിക്കാൻ ഒരു മനസ്സുമില്ല, അതിനുള്ള നേരവുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല മിത്രങ്ങളായിട്ട് തുടരാം, അല്ലെങ്കിൽ ശത്രുക്കളാവാം. ഇനി ശരത്തേട്ടൻ തീരുമാനിക്ക്, മിത്രങ്ങളാവണോ ശത്രുക്കളാണോ എന്ന്. ആ മമ്മി. മോളെ, നീ ഇത് എവിടെയാ മോളെ? മമ്മി, ഞാനിപ്പോ എത്തും. എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാം, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ഇല്ല മമ്മി, ഞാനിപ്പോ എത്തും. നീ എവിടെയാ? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഇപ്പൊ എത്തും. ഇതുവരെ അവളൊന്ന് വിളിച്ചില്ലല്ലോ, എത്തിയില്ലോ എന്ന് പോലും ചോദിച്ചില്ല. എന്നാലും ഇതുവരെ മനുഷ്യനൊന്ന് വിളിച്ചില്ലല്ലോ, എത്തിയാലൊന്ന് വിളിക്കാൻ പാടില്ല. അല്ല, ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്ന? എനിക്കങ്ങോട്ട് വിളിക്കാൻ പാടില്ലേ? ഞാനെന്തിനാ ഈഗോയും കൊണ്ടിരിക്കുന്ന? വിളിച്ചേക്കാം. അല്ല, ഞാൻ എന്തിനീ പറയുന്ന പോലെ ഈഗോ കാണിക്കുന്നേ? ഞാൻ തന്നെ വിളിക്കാം. ഹലോ. അതെ, പപ്പ എന്ത് പറഞ്ഞു? പപ്പ എറണാകുളത്താ, നാളെ വരത്തുള്ളൂ. കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച കാര്യം പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഈ കാര്യങ്ങളൊന്നും മമ്മി പറഞ്ഞിട്ടില്ല. മമ്മി പറയും. അല്ല, ഇയാളുടെ ആമി എന്തു പറഞ്ഞു? ആമി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അയ്യോ, വഴക്ക് പറഞ്ഞു? ആ, വഴക്ക് പറഞ്ഞു. രണ്ടുപേരെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതല്ലേ? എടോ, ആ പറ, എന്താ താൻ വിളിച്ചേ? എനിക്ക് വിളിക്കണമെന്ന് തോന്നി, ഇങ്ങോട്ട് കോള് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടില്ല. പിന്നെ ശ്വാസം മുട്ടല് തോന്നിയപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു. എടോ, ഞാനേ സത്യം പറഞ്ഞ ഇയാൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. അപ്പോഴാ കോൾ ഇങ്ങോട്ട് വന്നേ. അതെ, എന്നെ ഒരു ഓഫ് റോഡ് റൈഡിന് കൊണ്ടുപോവോ? കൊണ്ടുപോകുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അതിനൊരു ക്ഷമ വേണം, ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ടോ? രണ്ടും ഇവിടെ ഇപ്പൊ ഒരാൾക്ക് ഒത്തിരി ഉണ്ടല്ലോ, അതുപോലെ. പോരാ, ഇത് കുറച്ച് അഡ്വഞ്ചറസാ. ജീവൻ കയ്യിൽ വെച്ചിട്ടുള്ള ഒരു പോക്കാ. അത് തനിക്ക് പറ്റുമോ? എന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ എനിക്കിപ്പോ ആളുണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നു? അത് പോരാ. ഓഫ് റോഡ് റൈഡിന് പോകുമ്പോ രണ്ടുപേരും ഒരേ മൈൻഡിലായിരിക്കണം. ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാ അടുത്ത ആള് ഡ്രൈവിംഗ് ഏറ്റെടുക്കണം. തനിക്കത് പറ്റുമോ? സ്കൂട്ടർ ഓടിച്ചാ പോരെ? മോളെ, എങ്ങോട്ടെങ്കിലും പോണെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞ് വണ്ടി എടുത്ത് പോണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മമ്മി, ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, ആർട്ട് എക്സിബിഷൻ. ഞാൻ അതൊന്ന് കാണണമെന്ന് വിചാരിച്ചിറങ്ങിയതാ. എവിടെയായാലും പറഞ്ഞിട്ട് പോണം, അങ്ങനെയാ വേണ്ടത്. നീ ആ സിദ്ധുനെ നോക്ക്, പ്രായം ഇത്രയായി. എവിടെ പോന്നെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും തന്നിട്ടല്ലേ പോകൂ. മമ്മി, ആ എക്സിബിഷൻ ഇന്നും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു പോയത്. ഇനി അതൊന്നും പറ്റില്ല, പ്രായമായിക്കൊണ്ടിരിക്കുക. പ്രായമായ പെമ്പിള്ളേരെ പുറത്തു പോയാൽ എന്താ മമ്മി കുഴപ്പം? ആ, സൊണാലിയില് ഇവിടെ ഇളയ മോളല്ലേ? പേരുദോഷം ഉണ്ടായ സൊണാലിക്കല്ലേ? ആ വകതിരിവ് ഇവക്കില്ലല്ലോ.
ഉണ്ടെങ്കി ഇങ്ങനെ പോവോ? ദേ, ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണെന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ പുറത്തിറങ്ങിയ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നതാ തെറ്റ്. എന്നാലും എന്റെ ചേച്ചി ഏത് കാലത്താ ജീവിക്കുന്നേ? കഷ്ടം. അതിനേക്കാൾ മാനക്കേടുണ്ടാക്കുന്ന രണ്ടെണ്ണാണല്ലോ ഈ നിൽക്കുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ബാധിച്ച് ജയിച്ച നാടായത്, മറക്കല്ലേ? മമ്മി, പറയാതെ പോയത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇനി മമ്മിയോട് പറയാതെ ഞാൻ എങ്ങും പോവില്ല. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നു? ഇല്ല മമ്മി, ഞാൻ കഴിക്കാം. സുജാതെ, താരയോട് കഴിക്കാൻ എടുക്കാൻ പറ. തമ്പുരാട്ടി, ഒന്ന് നിന്നേ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, സിദ്ധുവും അപർണയുമായുള്ള കല്യാണം മുടങ്ങേണ്ടത് എന്റെയും നിങ്ങളുടെ ആവശ്യം. പക്ഷെ മുടക്കണമെന്ന് പറഞ്ഞ ഒന്നുകിൽ ബാലു വരണം. ബാലു വന്ന് അവന്റെ അവകാശം പറഞ്ഞ് അപർണയെ തിരിച്ചു തരണമെന്ന് പറയണം. പക്ഷെ ബാലു എവിടെയാന്ന് അറിയില്ലല്ലോ. ബാലു കൊല്ലപ്പെട്ടെങ്കിലോ? കൊല്ലപ്പെട്ടെന്നോ? എന്തൊക്കെ പറയുന്നേ? അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ. പക്ഷെ അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഭൂമിയിൽ അറിയാവുന്നത് എനിക്ക് മാത്രമായിരുന്നു. അവനെ സംരക്ഷിച്ചു കഴിഞ്ഞ 7-8 മാസം. പക്ഷെ അവൻ ജീവിച്ചിരിക്കരുതെന്നും കൊല്ലപ്പെടണമെന്നും ആഗ്രഹിച്ചിരുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, സിദ്ധു. അത് സിദ്ധു ആണ്. പിന്നെ അപർണയും. സിദ്ധുവോ? എന്തോ ഈ പറയുന്നേ? അല്ല, സിദ്ധുവിനെന്താ ഇതിൽ ഇൻവോൾവ്മെന്റ്? ബാലു അപർണയും ആയിട്ടുള്ള കല്യാണം അവരുടെ വീട്ടുകാര് തീരുമാനിച്ചത് അവളുടെ ഇഷ്ടമില്ലാതെയാണ്. കാരണം അപർണ നിങ്ങളുടെ സിദ്ധുവായിട്ട് അതിനു മുന്നേ തന്നെ അടുപ്പത്തിലായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരുന്നു? സിദ്ധു അല്ലേ? ഇവനത് എവിടെ പോവാ? സിദ്ധു ഈ സമയത്ത് ഇവിടെ പോവാ? എന്താ? സിദ്ധു ഈ സമയത്ത് ആരും അറിയാതെ രഹസ്യമായി വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട്. എങ്കിൽ ഉറപ്പാ, ഫോളോ ചെയ്താ അറിയാം. ബാലു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്. നിങ്ങൾ ചെല്ല്. എന്തായാലും ഞങ്ങൾ ഫോളോ ചെയ്യാം. ചെല്ല്. പോയി കിടന്നോ. ഞങ്ങൾ ഇനി എത്രയോ ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ളതാ. അത് പോട്ടെ, എന്നെയും കൊണ്ട് പോവാനേ ഈ പറയുന്ന ആൾക്ക് ഭയമുണ്ടോ? അപ്പൊ ഭയമുണ്ട് അല്ലേ? ഒന്ന് പോടോ. എങ്കിൽ പിന്നെ വണ്ടി അങ്ങോട്ട് നേരെ വിട്ടോ, പോവാം. മഴ നനഞ്ഞ രാവിൽ
ഇതളിടുന്ന ചെറുവഴികളിൽ പതിയെ വന്നു ഇളവേൽക്കുമാ പുലരി പോൽ വേലുപോൽ ഹൃദയമായൊരാളെ. ഇതിവിടെ ഇരുന്നോട്ടെ, എന്റെ ഒരു ചെറിയ കോംപ്ലിമെന്റ് ആയിട്ട്. സമയം കിട്ടുവാണെങ്കിലേ മെയിൽ ചെക്ക് ചെയ്ത് ഞാൻ അയച്ച ഓർഡറും ഈ സാരി ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്ക്. വലിയ സൊണാലി ഗ്രൂപ്പ് അല്ലേ, മിനിമം കസ്റ്റമറെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും പച്ചക്കരുതെന്ന് നിങ്ങളുടെ MD വരുമ്പോ ഒന്ന് പറഞ്ഞേക്കെ. സോണി ഫ്രം സൊനാലി ഫാബ്സ്. ഓ, നിങ്ങളുടെ MD പുതിയ വല്ല ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും അല്ലേ? അതാണല്ലോ അയാളുടെ പ്രധാന ഹോബി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അടിമകള് പണിയും തുടങ്ങും. കൊള്ളാം, ഏതായാലും നല്ല രസമുണ്ട്. ഇതിനിടയ്ക്കൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ രാവിലെ ഇയാളുടെ ആട്ടും തുപ്പും കൊള്ളാനായിട്ട് വരുമ്പോ അഭിമാനവും പേഴ്സണാലിറ്റിയും ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണോ വരുന്നേ? നിങ്ങൾ പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാൻ എനിക്ക് നേരവും ഇല്ല, താല്പര്യവും ഇല്ല. ഇനി മേലാൽ സൊണാലി നാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചേക്കരുത്. നിഴലുപോൽ നീയൻ ഇരവിലും കൂട്ടായി. സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എന്ത് ഗുഡ് മോർണിംഗ്? രാവിലെ ഓഫീസിലോട്ട് വന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുവാണോ? ഡിസിപ്ലിൻ വേണം, ഡിസിപ്ലിൻ. ഓ, ചീഫ് ഫാഷൻ ഡിസൈനർ വന്നില്ലേ? വണ്ടർ ത്രെഡിന്റെ പുതിയ കോൺട്രാക്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. എവിടെ? എവിടെയെന്ന്? ഇഡിയറ്റ്സ്. റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരാൾക്കും. ഇതൊരു ഗോസിപ്പ് കോർണർ ആക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഗോ ഗോ. എടോ, ഇങ്ങനൊരു സംഭവം എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാ നടന്നേ? ദേ, ചുമ്മാ പറയല്ലേ, ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരണ്ടേ? ചുമ്മാ കള്ളം പറയല്ലേ. ഉണ്ടായിരുന്നു, പക്ഷേ അതെന്റെ സ്വപ്നമായിരുന്നു. ഓ, സ്വപ്നത്തിൽ എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞു. കയ്യിൽ കിടന്ന മോതിരയില്ലേ, വലിച്ചെറിഞ്ഞു. ഞാനോ? ആ, പക്ഷേ അത് സ്വപ്നത്തിലാ. അതുകൊണ്ട് ഞാൻ ആ ഇഷ്ടം പറയണ്ടെന്ന് വിചാരിച്ചു. അതെ, ഈ സ്വപ്നത്തിലാണെങ്കിലും അന്ന് വന്നത് ഈ കെട്ടിപ്പിടിച്ചൊരുമ്മ തരാനല്ലേ, അല്ലേ? ഒരു കാര്യം ചെയ്യും. അതെന്തുവാ? അതെ, നമ്മള് ബാലുവിനെ അന്വേഷിച്ചു പോയില്ലേ വണ്ടിയെടുത്ത്? ഓ ശരിയാ, അന്നത്തെ ശൃംഗാരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ആ യാത്രയിൽ 2 കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ പുറപ്പെട്ടത്. ഒന്ന് ബാലുവിനെ കണ്ടെത്തുക, പിന്നെ തന്നോടുള്ള എന്റെ ഇഷ്ടം തുറന്നു പറയാം. ഓഹോ, അപ്പൊ ഇത്രയും കാലം ഇയാൾ ഇതാണ് മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? തന്റെ മനസ്സിൽ ഇത് തന്നെയല്ലായിരുന്നു? എന്റെ മനസ്സിലും അങ്ങനെയൊന്നും ഇല്ല. എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ബോസ് മാത്രമാ, അന്നും ഇന്നും എന്നും എപ്പോഴും ഈ നിമിഷം വരെയും. അതിനപ്പുറത്തേക്ക് ഇയാൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അത് ഇയാളുടെ മാത്രം കുഴപ്പമാ.
അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം. ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തണം. അത് ശരി. അപ്പൊ എന്റെ സ്വപ്നത്തില് ഇയാള് കളിയായിട്ട് പറയണോ അതോ സീരിയസ് ആയിട്ട് പറയണോ? പ്രണയം കളിയല്ല, സീരിയസ് ആണെന്ന് നമുക്ക് രണ്ടുപേർക്കും ഇപ്പൊ മനസ്സിലായില്ലേ? ആയില്ലേ? ആയി. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് ഒരുമിച്ച് മരിക്കാനും സാധിക്കണം. ഒരിക്കൽ കണ്ണുകെട്ടി മരണത്തിലോട്ട് പോയവളല്ലേ ഞാൻ. അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതല്ലേ. ഇനി എന്നെ എറിഞ്ഞോ, കടലിലോട്ട് എറിഞ്ഞോ. എടോ ഇങ്ങ് വന്നേ. എടോ കേറി വാ. ഞാൻ സന്തോഷത്തോടെ അങ്ങ് പോവും. എടോ വരാൻ. വീട് ഞാൻ അങ്ങോട്ട് പോട്ടെ. പാതിരാത്രി വന്ന് കടലിൽ ചാടാനാണോ? എന്താ സിദ്ധുവേട്ടത്? കേറി വന്നേ. എടോ തന്നെ അങ്ങനെ പോവാൻ വിടുവോ ഞാൻ? ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് പോണം. ഇത്രയും കാലം ഈ സ്നേഹമൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കായിരുന്നു? താൻ ഇത്രയും നാള് സ്നേഹം ഒളിപ്പിച്ചു വെച്ച് എവിടെയായിരുന്നു? എടോ താൻ എന്താ എന്നിട്ട് എന്നോട് പറയായിരുന്നേ? ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വന്നതല്ലേ, എന്നിട്ട് താൻ എന്താ പറയായിരുന്നേ? നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി ആദ്യം തുന്നിയ വസ്ത്രത്തിൽ എന്നോടുള്ള ഇഷ്ടത്തിന്റെ നൂലിഴകളായിരുന്നു. നേരിട്ട് തന്നില്ലെങ്കിലും അതായിരുന്നു എനിക്ക് കിട്ടിയ ആദ്യ പുടവ. അത് കയ്യിൽ കിട്ടിയ ആ നിമിഷം ആ തുന്നൽക്കാരനോടുള്ള ഇഷ്ടം ഈ നെഞ്ചിനുള്ളിൽ കയറിയതാ. തരാൻ വേണ്ടി എന്തൊക്കെയോ ബാക്കി വെച്ചിട്ടില്ലേ, അതിന് തന്നേരെ. കോഫി എടുത്ത് കുടിക്ക്. പുതിയ കാലത്തെ പിള്ളേരല്ലേ, നമ്മുടെ കാലമൊന്നും അല്ലല്ലോ. വിളിച്ചു നിർത്തി ചോദിച്ചാ നമ്മുടെ ശത്രുക്കളാവും. എന്തുണ്ടേലും മോക്കെന്നോട് തുറന്നു പറയായിരുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞ ആമി സമ്മതിക്കുമായിരുന്നോ? ഒരമ്മമാരും സമ്മതിക്കത്തില്ല. അതെ, അത് ആമി ഒളിച്ചോടിയിട്ടില്ലാത്തോണ്ടാ. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റൂ. കെട്ടിക്കഴിഞ്ഞാലേ ഇങ്ങനൊന്നും നടക്കത്തില്ല. അതാ. അതെ, ഗേറ്റിന്റെ കീ വേണ്ടേ? ആ, സൂക്ഷിച്ചു വെച്ചോ, ഇനിയും വേണ്ടി വരുമല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും വിശ്വാസമില്ല. കല്യാണത്തിന് വേണ്ടി രണ്ട് വീട്ടുകാരും എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടും വിവാഹ തലേന്ന് നിങ്ങൾ വാക്ക് മാറില്ലെന്ന് എന്താ ഉറപ്പ്? ഞങ്ങൾ മാരേജിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഓഗസ്റ്റ് 20-ാം തീയതി നിങ്ങൾ പറയില്ലെന്ന് ഉറപ്പുണ്ടോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പപ്പ പ്രോമിസ്. അല്ല, ഗോഡ് പ്രോമിസ്. അപർണ പറ. ഗോഡ് പ്രോമിസ് പപ്പ, ഗോഡ് പ്രോമിസ്. അത് മാത്രമല്ല കാര്യം, ഇവന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ ആമി. എന്നിട്ട് ഞങ്ങളെയെല്ലാം ബഫൂണാക്കിക്കൊണ്ട് നിങ്ങൾ കയറി ഗോളടിക്കുന്നു. ഒരുതരം ഓവർടേക്കിംഗ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. ഇനി
അങ്ങനെയൊന്നും ആവർത്തിക്കില്ല ഉപ്പ. പപ്പയും മമ്മിയും ഞങ്ങളോട്